പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഞാൻ ക്ഷേമാനന്ദനാഥ് മഹാരാജ് അഗോരി ബാബാജി. ഒരു സൂപ്പർ പവറുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇതാ ഞാൻ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരുവാൻ. ഇതാ കണ്ടുകൊള്ളൂ. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ കളാപ്പ് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു മരം കാണാം നിങ്ങൾക്ക്. കണ്ടുവാ, ഇതാണ് നാഗലിംഗ പുഷ്പം. നമുക്ക് അടുത്തു പോയി ആ കാഴ്ചകൾ കാണാം. ഞാൻ ഒരുപാട് നാഗലിംഗ പുഷ്പങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു ഇനത്തിൽ പെടുന്നതാണിത്. ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതീവ സുഗന്ധമാണ്. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്ത് ആ സുഗന്ധത്തിൻ്റെ ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനന്തശയനം പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗം പോലെ കണ്ടുപോവാം. ഇതാ ശിവലിംഗം പോലെയാണ് ഉള്ളത്. ധാരാളം പുഷ്പങ്ങളെ കാണാം. ഒരു ശിവലിംഗം പോലെയാണ് ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ അനന്തശയനം, പുറത്ത് ആ ശിവലിംഗത്തിന് ചുറ്റും അനന്തശയനം വന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്.
ഇതാ ശിവലിംഗം പോലെയാണ് ഉള്ളത്. ധാരാളം പുഷ്പങ്ങളെ കാണാം. ഒരു ശിവലിംഗം പോലെയാണ് ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ അനന്തശയനം, പുറത്ത് ആ ശിവലിംഗത്തിന് ചുറ്റും അനന്തശയനം വന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഇത് വിഷാന്ന്. ഇതിനുള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ വിഷാംശമുള്ളതുകൊണ്ട് കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ ഇതാവും. അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ലെന്നറിയാം. നാഗലിംഗ പുഷ്പം അത്. ഇത് 2-3 തരം ഇനങ്ങളുണ്ട് ഇതിൽ. ഞാൻ ഇത് കാട്ടിലുള്ള വേറെയാണ്. മാമാനത്തുണ്ട് നേരെ നടേൻ്റെ മുന്നിൽ. ഇവിടെ മൂന്നാട്ടിനെടുത്താം. നിങ്ങളായിരുന്നോ? ആ വാ നടക്കും. ഇത് കൂവളത്തിൻ്റെ ഇലയാണ്. ഇത് വേറെ തന്നെയാണ്. ഇത് പറിച്ചു തന്നാൽ നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അത് പിന്നെ കണ്ണൂർ കാനത്തൂർക്കാവില്ലേ, എവിടെ, വർണ്ണശ്ശേരി, അവിടെ ഉള്ള ജട കുവള. അത് ഒരു കറുത്ത നിറം. അത് ഇത് വെള്ളയല്ലേ, അത് കറുപ്പ് നിറമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ്റിലുള്ള എന്താ അസുഖമുള്ളതെന്ന് വെച്ചാൽ അത് പോകും.